രാജ്മോഹൻ സാർ, സ്വപ്ന സുരേഷിൻ്റെ ഈ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ ഒരു പുനരന്വേഷണത്തിന് സാധ്യതയുണ്ടോ? അനിൽ നമ്പ്യാർ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ മണ്ടന്മാരൊന്നുമല്ല. അവര് ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഈ 164 സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ പല ആൾക്കാരുടെയും മൊഴി രേഖപ്പെടുത്തി എന്ന് വരുത്തുകയോ അല്ലെങ്കിൽ അന്വേഷണം നടത്തി അവർക്ക് ഈ പ്രതി പറയുന്നത് എന്ന് കള്ളമാണെന്ന് പറഞ്ഞ് ചില എന്തെങ്കിലും അവിടെ ഇവിടെയും അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്തിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ കേസ് പ്രോപ്പറായി ചാർജ് ഷീറ്റ് ചെയ്ത സമയം ഒന്നിക്കല് ഈ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിൽ കൺഫെഷനിൽ പറയപ്പെട്ട ചില ആൾക്കാരുടെ ചോദ്യം ചെയ്യാത്ത എന്തുകൊണ്ട് ചോദ്യം ചെയ്തിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതി തീർച്ചയായും ചോദിക്കും. അപ്പൊ അതിന് എന്തായാലും അവർ അതിനൊരു മറുമരുന്ന് അതിൽ കണ്ടു കാണും. അതാണ് ഒരു ക്രൂക്കഡ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതൊരു ട്രൂത്ത്ഫുൾ ഇൻവെസ്റ്റിഗേഷൻ അല്ല. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ടു ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത്, സത്യം കണ്ടുപിടിക്കുകയാണ് ഇൻവെസ്റ്റിഗേഷന്റെ ടെക്നിക്ക്. ദാറ്റ്സ് ബേസിക് ആയിട്ട് ഉദ്യോഗം. നമ്മളൊക്കെ ഒരു കാര്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ടു ഇൻവെസ്റ്റിഗേറ്റ് ടു ഫൈൻഡ് ദ ട്രൂത്ത്, അതാണ് അതിന്റെ ബേസിക് ആയിട്ട്. അപ്പൊ അതിൽ നിന്ന് മാറിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ, ഇത്തരത്തിലുള്ള ബ്ലാക്ക് ഷീപ്സ് എന്നേ ഞങ്ങൾ പറയുള്ളൂ, ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാര് തീർച്ചയായിട്ടും ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് കാണും. അപ്പോഴേ ഇനി ഈ കൺഫെഷൻ പറഞ്ഞ ഈ അക്യൂസ്ഡ് ആയ ലേഡി 164 സ്റ്റേറ്റ്മെന്റും എടുത്തിട്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഐദർ അവര് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഒരു കേസ് ഫയൽ ചെയ്യേണ്ടി വരും. അങ്ങനെ കേസ് ഫയൽ ചെയ്താൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ചില ഇൻഹറന്റ് പവേഴ്സ് ഉണ്ട്. ആ ഇൻഹറന്റ് പവേഴ്സ് വെച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ പറയാം, അല്ലെങ്കിൽ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പറയാം ഇപ്പോഴുള്ള കേസിൽ. കാരണം ഇപ്പോഴുള്ള പല കേസുകളും NIA കേസൊക്കെ പല സ്ഥലത്തുമായിട്ട് കിടക്കുകയാണ്. അപ്പൊ ഈ കേസുകൾ പല സ്ഥലത്തുമായി കിടക്കുന്നത് കൊണ്ട് ഈ കേസിലൊക്കെ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പറയാൻ പറ്റും. കാരണം ഇതില് എനിക്കൊന്ന് ചാർജ് ഷീറ്റ് ചെയ്ത കേസ് എനിക്ക് തോന്നുന്നത് ഈ കസ്റ്റം കേസ് മാത്രമായിരിക്കാണ് തോന്നുന്നത്. എനിക്ക് ചില സമയം അതും ആയിരിക്കില്ല. പക്ഷെ എന്ത് തന്നെ ആയാലും ഒന്നിക്കൽ ഒരു പബ്ലിക് ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഇവരുടെ ഈ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് PIL അത് പോകാൻ പറ്റില്ല. കാരണം ചില കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആക്സസിബിൾ അല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കൺഫസ് ചെയ്ത ആള് ആരാണോ അവർക്ക് വേണമെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഒരു കേസ് ഫയൽ ചെയ്യുക. അതായത് എനിക്ക് നീതി കിട്ടിയില്ല, എനിക്ക് നീതി നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു മാർഗം അതാണ്. രണ്ടാമത്തെ ഒരു മാർഗം, അവര് ഈ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ട് എന്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് ആ ലേഡി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ ചില സമയം ഗവൺമെന്റ് ഓഫ് കേരള അതിന് ചാൻസ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കറിയാം ഇത് ഒരു പൊളിറ്റിക്കൽ ഗെയിം ഉണ്ട് ഇവിടെ മൊത്തത്തിൽ. കാരണം നമ്മളെ കേരളത്തിൽ അങ്ങനെയാണ്. കാരണം BJP ആയാലും കോൺഗ്രസ് ആയാലും മാർക്സ് പാർട്ടി ആയാലും ഒരു പൊളിറ്റിക്കൽ ഗെയിം ബേസിക് ആയിട്ട് അവർക്ക് വല്ല നേട്ടം ഉണ്ടെങ്കിൽ മാത്രമേ അവർ ചാടിപ്പിടിച്ച് മുന്നോട്ട് പോകുള്ളൂ. നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും നമ്മളൊക്കെ ഇപ്പൊ ഒരുപാട് കാലമായി കാണുന്നതാണ്. അപ്പം പ്രത്യേകിച്ച് ഈ ഒരു ഒപ്പോസിഷൻ ലീഡർ അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിക്കെതിരായിട്ട് സംസ്ഥാനത്ത് നീങ്ങാൻ വേണ്ടി ചാൻസ് കുറവാണ്. എന്നാലും ചില സമയം ഈ ഗവൺമെന്റ് അങ്ങോട്ട് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് പൊളിറ്റിക്കലായിട്ടുള്ള വല്ല നേട്ടം ഉണ്ടാവാൻ സാധിക്കും. ചില സമയം അത് പറ്റും. കാരണം ഈ അക്യൂസ്ഡ് മുൻ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം ഒപ്പോസിഷൻ ലീഡറാണ്, അദ്ദേഹത്തിനെ എപ്പോഴും മുന്നിൽ നിർത്താൻ പറ്റും ഈ ഭരണകക്ഷിക്ക്. അപ്പൊ അത് ചിലപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ സാധ്യത ഇല്ലായികയില്ല. ആ ഭാഗം കൊണ്ട് നോക്കുക. ഇങ്ങനെയുള്ള രണ്ട് മാർഗമാണ് അവർക്ക് ഏറ്റവും സൂട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്തായാലും നമുക്കറിയാം ശ്രീ നമ്പ്യാർ, സത്യം എന്തായാലും പുറത്തു വന്നേ പറ്റുള്ളൂ. അത് അങ്ങനെയാണ്. അത് ഈ സത്യത്തിന്റെ കാര്യം അങ്ങനെയാണ്. അതാണ് നമ്മളെ ബഹുമാനപ്പെട്ട നമ്മുടെ സുപ്രീം കോടതിയുടെ ഒരു എംബ്ലം നമ്മൾ കാണാം. അതിലൊരു ഒരു മോട്ടോനുണ്ട് സുപ്രീം കോടതിക്ക്. അതായത് ഈ പിന്നെ എന്താ ഏതോ ധർമ്മസ്തോ ജയാന. എന്തായാലും ആ ഒരു സത്യം എന്തായാലും എന്നും ജയിച്ചിരിക്കും. അങ്ങനെയാണ് ആ ഒരു അതൊരു മോട്ടോ ആണ് ഈ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി. അപ്പൊ നമ്മളൊക്കെ കരുതുന്നത് അതാണ്, സത്യം എന്തായാലും പുറത്തു വരണം. അത് നമ്പ്യാരായാലും ശരി, ഞാനായാലും ശരി, ശ്രീ ഷാജി സാർ അദ്ദേഹമായാലും ശരി, ആരായാലും സത്യം പുറത്തു വരണം. അതിനാണ് നമ്മൾ എല്ലാവരും തയ്യാറാവേണ്ടത്. അതിനാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ കസ്റ്റംസും അല്ലെങ്കിൽ ED അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസും എല്ലാവരും സത്യം. കാരണം ആർക്കും ഒരു എന്താ പറയുക, ഇതുപോലെ ഒരു നിയമവിരുദ്ധമായ കാര്യം ചെയ്തിട്ട് അവർക്ക് രക്ഷപ്പെടാൻ പറ്റിയെന്ന് തോന്നരുത്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മനുഷ്യർ രക്ഷപ്പെടും, ചില അടിപിടി കേസുകൾ അല്ലെങ്കിൽ ചില ചെറിയ കേസുകളൊക്കെ. പക്ഷെ ഇത്തരത്തിലുള്ള ദേശദ്രോഹപരമായ കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള വലിയ സീരിയസ് ആയ, അതായത് അധികാരവും പദവിയും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഫൈനാൻഷ്യൽ ക്രൈം അല്ലെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക, എന്നിട്ട് അതിനെതിരായി രക്ഷപ്പെടുക, അതിൽ നിയമം
ചില മാർഗത്തിൽ കൂടി അതിനെ തരണം ചെയ്യുക, അത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കള്ളം പറയുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ പൊതുസമൂഹത്തിനൊക്കെ തോന്നും എന്താണ് ഇങ്ങനെ, നമ്മുടെ നാട് ഇങ്ങനെയല്ലോ, അല്ലെങ്കിൽ നിയമം നീതിയും ഇങ്ങനെയാണോ സത്യവും നീതിയും എന്നൊക്കെ നമുക്ക് തോന്നും. നാളെ നമുക്ക് വരാനുള്ള, നമ്മുടെ പുറകെ വരാനുള്ള നമ്മുടെ തലമുറയുണ്ട്. ആ തലമുറ ചോദിക്കും എന്താണ് ഇങ്ങനെ, ഇവിടെ സത്യവും നീതിക്ക് ഇവിടെ വിലയില്ല, അല്ലെങ്കിൽ എന്താണെന്ന് ചോദിക്കും. പക്ഷെ അതിനൊക്കെ ഒരു ഉത്തരവാദിത്വം പറയേണ്ട, പൂർണ്ണമായ ഉത്തരവാദിത്വം ഇന്നത്തെ ഭരിക്കുന്ന ഗവൺമെന്റ് ആണ്. അത് സംസ്ഥാനമായാലും ശരി സെൻട്രൽ ആയാലും ശരി, രണ്ട് ഗവൺമെന്റ് ഉത്തരവാദിത്വമുണ്ട്. ആ ഗവൺമെന്റ് ഇത് പ്രോപ്പറായി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാവുന്നത്. കാരണം വരും തലമുറക്ക് മനസ്സിലാകണം, ഇവിടെ സത്യവും നീതിയും എന്തും വിളയാടുമെന്ന് മനസ്സിലാകണം. അതിന് നമ്മൾ പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.